വീഡിയോ വ്യക്തമായി വാച്ച് ചെയ്യാൻ ഫുൾ സ്ക്രീൻ ഉപയോഗിക്കുക. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വാഹനത്തിന്റെ വേഗത കുറക്കാൻ ഉദ്ദേശിക്കുന്നു, മറ്റെല്ലാ വാഹനങ്ങളും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, വാഹനത്തിന്റെ വേഗത കുറക്കാൻ ഉദ്ദേശിക്കുന്നു, ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, വാഹനത്തിന്റെ വേഗത കുറക്കാൻ ഉദ്ദേശിക്കുന്നു, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? പിന്നാലെ വരുന്ന വാഹനം നിർത്താൻ അപേക്ഷ, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ ഇടതുവശത്തേക്കുള്ള വളവ്, ഇടത് യു ടേൺ, ഇടത് ഹെയർ പിൻ ബെൻഡ്, മുന്നിൽ ഇടത്തേക്ക് തിരിഞ്ഞു ഇറക്കം. ഒരു നീണ്ട ട്രക്കിന് പിന്നിൽ ഓടിക്കുന്ന ഒരു മോട്ടോർ കാറിന്റെ ഡ്രൈവർ പാലിക്കേണ്ട അകലം എത്രയാണ്? സുരക്ഷിതമായ ദൂരം 2.5 മീറ്റർ, ട്രക്കിന്റെ പകുതിയോളം നീളം, ട്രക്കിന്റെ നീളം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വലതുവശത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ്, വലത്തോട്ട് നിർബന്ധമായി തിരിയുക, വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു, വലതുവശത്ത് പെട്രോൾ പമ്പ്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ആശുപത്രി, വിശ്രമസ്ഥലം, പ്രഥമ ശുശ്രൂഷ പോസ്റ്റ്, ക്ലിനിക്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? റോഡിൽ തൊഴിലാളികളുണ്ട്, കുട്ടികൾ കളിക്കുന്നു, കാൽനട ക്രോസിംഗ്, റോഡിൽ ചെളി. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വലത്തോട്ട് തിരിയുക, വലത്തോട്ട് തിരിയുക അല്ലെങ്കിൽ നേരെ പോവുക, ടി റോഡ്, വലതുവശത്തേക്ക് റോഡുള്ള ജംഗ്ഷൻ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നടുവിൽ ഡ്രെയിനേജ്, മുന്നിൽ പാലം, മീഡിയനിലെ വിടവ്, യു ടേൺ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? സ്കൂൾ മുന്നിൽ, കാൽനട യാത്രക്കാർ കടന്നു പോകുന്നു, സ്കൂൾ കുട്ടികൾക്കുള്ള കാൽനടപ്പാത, സ്കൂൾ കുട്ടികൾക്കുള്ള കാൽനട ക്രോസിംഗ്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പാർക്ക് ചെയ്യരുത്, ക്രോസ് റോഡ്, റോഡ് അവസാനിക്കുന്നു, പ്രവേശനമില്ല. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ജംഗ്ഷൻ, 3 വശങ്ങളിൽ നിന്നുള്ള റോഡുകൾ ചേരുന്നു, റൗണ്ട് അബൌട്ട്, റോഡ് നിയന്ത്രിച്ചു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ലോഡ് പരിധി, നിശ്ചയിക്കപ്പെട്ട പരമാവധി വേഗത, ആക്സിൽ ഭാരപരിധി, ഉയരപരിധി. ഒരു ട്രാഫിക് സിഗ്നലിൽ ആംബർ ലൈറ്റിന് ശേഷം ഈ ലൈറ്റുകളിൽ ഏതാണ് വരുന്നത്? ചുവപ്പ്, പച്ച, പച്ച ആരോ ലൈറ്റ്, ചുവപ്പ് അല്ലെങ്കിൽ പച്ച. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു?
ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ടീ പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വലതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഇടത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകാനും അഭ്യർത്ഥിക്കുന്നു. അമിത വേഗതയോ അപകടകരമായതോ ആയ ഡ്രൈവിംഗ്. അധികാരികൾക്കുള്ള കർശനമായ മുന്നറിയിപ്പ് ആകർഷിക്കുന്നു. കുറ്റവും ശിക്ഷാർഹവുമാണ്. മറ്റ് റോഡ് ഉപയോക്താക്കളെ ആകർഷിക്കുക. കാലതാമസം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക. രണ്ടു ദിശയിലേക്കും വാഹനങ്ങൾ പോകുന്ന റോഡിൽ യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉചിതമായ റോഡ് അടയാളങ്ങളോ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു ഡ്രൈവർ തൻ്റെ വാഹനം ഡാഷ് വശത്തുകൂടി വേണം ഓടിക്കാൻ. ഇടത്, വലത്, മധ്യഭാഗം, ഡയഗണൽ. ഇൻസ്ട്രുമെന്റ് കൺസോളിൽ കാണുന്ന ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? വാർണിംഗ് ലാമ്പ്, റോഡ് സൈൻ, ഹസാർഡ് ലാമ്പ്, എൻജിൻ ബ്രേക്ക്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ ഇടുങ്ങിയ റോഡ്, ടണൽ പ്രവേശനം, മുന്നിൽ ഇരുവശവും റോഡുകൾ, മുന്നിൽ ഇടുങ്ങിയ പാലം. അൻപത് ടു 100 മീറ്റർ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. പുതിയ കാറിന് ഒറ്റത്തവണ നികുതി അടക്കുന്നത് എത്ര വർഷത്തേക്കാണ്? വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് വരെ 5 വർഷം, 10 വർഷം, 15 വർഷം. ഏത് ട്രാഫിക്കാണ് ചിത്രത്തിൽ കാണുന്നത്? 6 വരി ഗതാഗതം, 4 വരി ഗതാഗതം, ഒറ്റ വരി ഗതാഗതം, ഇരട്ട വരി ഗതാഗതം. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. വാഹനത്തിന് എയർ ബാഗ് ഉണ്ട്. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. എയർ ബാഗ് പ്രവർത്തിക്കുന്നില്ല. വാഹനത്തിൽ കുട്ടികളുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.